In the last class, we were discussing about Lyapunov direct method. The method is used to study about the stability of autonomous systems. And we ended our class with this theorem. If there exists a Lyapunov function e of xy for the system dx by dt equal to f of xy and dy by dt equal to g of xy, then the critical point 0, 0 is stable. Furthermore, if this function has the additional property that dE by dt is negative definite, then the critical point 0, 0 is asymptotically stable. E of xy എന്ന ഒരു ഫംഗ്ഷനെ നമ്മൾ എപ്പോഴാണ് ലിയാപുനോവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? അതിന് രണ്ട് കണ്ടീഷൻസ് ആണ് ഇ ഓഫ് എക്സ് വൈ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്ന്, ഇ ഓഫ് എക്സ് വൈ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഡി ഇ ബൈ ഡി ടി, that is dou e by dou t into f plus dou e by dou x into f plus dou e by dou y into g is negative semi definite. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇ ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ലിയാപുനോവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. കറസ്പോണ്ടിങ് ടു ദ സിസ്റ്റം ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എഫ്, ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു ജി. സോ ഇഫ് ദ സിസ്റ്റം ഹാസ് എ ലിയാപുനോവ് ഫംഗ്ഷൻ ലൈക്ക് ദിസ്, then the critical point 0, 0 is stable. ഇനി നമ്മളിവിടെ പറഞ്ഞ ഡി ബൈ ഡി ടി നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന കണ്ടീഷന് പകരം നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ് എങ്കിൽ ദ ക്രിട്ടിക്കൽ പോയിന്റ് ഇസ് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ. ടുഡേ ലെറ്റ് us start with some problems. Determine each of the following functions is, determine whether each of the following functions is positive definite, negative definite or neither. First problem is x square minus xy minus y square. So this function can be written as x square minus xy plus 1 by 4 y square minus 1 by 4 y square minus y square. നമ്മളിവിടെ എന്താണ് ചെയ്തതെന്ന് പറയാം. ഈ കാണുന്ന എക്സ്പ്രഷനിൽ സപ്പോസ് y is a constant, y ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കരുതിക്കൊണ്ട് ഈ എക്സ്പ്രഷൻ ശ്രദ്ധിക്കാം. Now we are trying to make the term with x as a perfect square. സ്ക്വയറിംഗ് എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആക്കി സം ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആക്കി മാറ്റി എഴുതുന്ന ഒരു മെത്തേഡ് നിങ്ങൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ കാണുന്ന ഫംഗ്ഷൻ നമുക്ക് സം ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആക്കി എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ആദ്യം y ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് വെറുതെ വിചാരിക്കാം. ദെൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ എഴുതി. y എന്നത് എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് ആയിട്ട് മനസ്സിൽ വിചാരിക്കാം. ഇവിടെ എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് നെഗറ്റീവ് y ആണ്, അതിൻ്റെ ഹാഫ് എടുക്കുന്നു. സോ മൈനസ് y ബൈ 2. ദെൻ സ്ക്വയർ ഇറ്റ്, മൈനസ് 1 ബൈ 2ൻ്റെ സ്ക്വയർ പ്ലസ് 1 ബൈ 4 വൈ സ്ക്വയർ. ആ ടേം നമ്മൾ ഈ കാണുന്ന എക്സ്പ്രഷനോട് കൂടി ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കളയേണ്ടതുണ്ട്, എന്നാലേ ഇത് ഈക്വൽ ആവുകയുള്ളൂ. സോ വി ഹാവ് മൈനസ് 1 by 4 വൈ സ്ക്വയർ. നോ ഹിയർ ദർ ഇസ് എ മൈനസ് വൈ സ്ക്വയർ ഓൾറെഡി, സോ വി റൈറ്റ് ഹിയർ മൈനസ് വൈ സ്ക്വയർ. സോ വാട്ട് ഹാപ്പൻ ടു ദ ടേം ഇൻ ദ ബ്രാക്കറ്റ്? ഹിയർ ഇറ്റ് ഇസ് എക്സ് മൈനസ് 1 by 2 വൈ ഹോൾ സ്ക്വയർ. സോ ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ minus 2 into x into 1 by 2y, that is minus xy plus 1 by 4 y square. So നമ്മളിവിടെ എക്സിൻ്റെ കൊയിഫിഷ്യൻ്റ് എടുത്തു, മൈനസ് വൈ, അതിനെ ഹാഫ് ചെയ്തു, സ്ക്വയർ ചെയ്തു. ആ ടേമാണ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തത്. സോ ഹിയർ വാട്ട് റിമെയിൻസ് ഇസ് മൈനസ് 1 by 4 മൈനസ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ വി ഹാവ് മൈനസ് 5 by 4 വൈ സ്ക്വയർ. ആക്ച്വലി ദിസ് ഫംഗ്ഷൻ ഇസ് neither positive definite nor negative definite, because if we put x equal to 0 and y equal to 1, what happens? So this function becomes, here when x equal to 0 and y equal to 1, minus 1 by 2 remains, minus 1 by 2 square is 1 by 4. So we have 1 by 4 minus 5 by 4. So that is minus 1 by 4, which is less than 0. And what happens when x equal to 1 and y equal to 0? When y equal to 0, this expression becomes 0. Here also 0. What remains is x square and x is 1. So we have 1. So here the answer is 1, which is greater than 0. So when xy not equal to 0, 0, sometimes the function is negative and in other cases it is positive. Therefore this function is neither positive definite nor negative definite. Second problem, 2x square minus 3xy plus 3y square. First of all, you may take the coefficient of x square outside, that is 2 into x square minus 3 by 2 xy plus 3 by 2 y square. Now let us express this term as sum of squares. Consider the first two terms, x square minus 3 by 2 xy, and the coefficient of x is 3 by 2 minus 3 by 2 y. Taking half, we have minus 3 by 4 y. Squaring it, we have 9 by 16 y square.
So you add the term 9 by 16 y square and subtract the same from the expression. Now here already we have 3 by 2 y square, then add it to it. So this can be written as 2 into the term inside the bracket is actually x minus 3 by 4 y whole square. And here minus 9 by 16 y square plus 3 by 2 y square is taking LCM and solving, we have 15 by 16 y square. So if xy equal to 0, x equal to 0 and y equal to 0, the expression becomes 0. And what happens if x or y is not equal to 0? This expression ശ്രദ്ധിച്ചാൽ yക്ക് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും നെഗറ്റീവ് വാല്യൂ കൊടുത്താലും ഇവിടെ y സ്ക്വയർ ആയതുകൊണ്ട് ഈ എക്സ്പ്രഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് x മൈനസ് 3/4 y ഹോൾ സ്ക്വയർ എന്നാണ്. എക്സിനും വൈക്കും ഏത് വാല്യൂ കൊടുത്താലും ഈ കാണുന്ന എക്സ്പ്രഷൻ സോൾവ് ചെയ്തതിന് ശേഷം ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതും പോസിറ്റീവായിട്ട് മാറും. സോ ദ ഹോൾ എക്സ്പ്രഷൻ ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 if xy not equal to 0, 0. Therefore this function is positive definite. അത്തരത്തിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞത് ഇവിടെ സം ഓഫ് സ്ക്വയേഴ്സ് ആയിട്ട് വന്നതുകൊണ്ടാണ്. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ ഇതുപോലെ സ്ക്വയേഴ്സ് ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ എക്സ്പ്രഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആവുന്ന സമയത്ത് ഈ രണ്ട് എക്സ്പ്രഷൻസും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നടുക്ക് നമുക്ക് സബ്ട്രാക്ഷൻ ആവുന്ന സമയത്ത് ലഭിക്കുന്ന എക്സ്പ്രഷൻ പോസിറ്റീവോ നെഗറ്റീവോ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. തേർഡ് പ്രോബ്ലം is minus 2x square plus 3xy minus y square. Here first you may take minus 2 outside the bracket. So we have x square minus 3 by 2 xy minus 1 by 2 plus 1 by 2 y square. So this may written as minus 2 into x square minus 3 by 2 xy. Coefficient of x is minus 3 by 2 y. Taking half and squaring it, we have plus 9 by 16 y square. Now we have minus 9 by 16 y square plus 1 by 2 y square. So the answer becomes minus 2 into x minus 3 by 4 y whole square minus 1 by 16 y square. Here you may verify that in some cases this expression is positive, and for some other values if xy not equal to 0, 0, this gives negative values. So this function is neither positive definite nor negative definite. ഇവിടെ എക്സ്പ്രഷൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വന്നതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലൊരു കൺക്ലൂഷൻ എത്തേണ്ടി വന്നത്. അതേസമയം ഇവിടെ അഡിഷൻ ആയിരുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ പ്ലസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ കാണുന്ന എക്സ്പ്രഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ എക്സ്പ്രഷൻ നെഗറ്റീവ് ആയിരിക്കും എല്ലായ്പ്പോഴും തരുന്നത്. ഫോർ എക്സ് വൈ നോട്ട് ഇക്വൽ ടു 0, 0. സോ ദിസ് ബിക്കംസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. പക്ഷേ ഈ കേസിൽ ഇവിടെ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ ഈ കാണുന്ന എക്സ്പ്രഷൻ ഇതിനേക്കാൾ വലുതായിരിക്കാം, ചിലതിൽ അത് ചെറുതായിരിക്കാം. സോ ദിസ് മേ ഗിവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ്. സോ ഇറ്റ് ഈസ് നൈദർ പോസിറ്റീവ് ഡെഫിനിറ്റ് നോർ നെഗറ്റീവ് ഡെഫിനിറ്റ്. ആൻഡ് ദ ലാസ്റ്റ് പ്രോബ്ലം minus x square minus 4xy minus 5y square. Taking negative sign outside, we have a minus of x square plus 4xy plus 5y square. So this is equal to negative of x square plus 4xy. Coefficient of x is 4y. Taking half 2y, squaring 4y square. Minus 4y square plus 5y square. The term already here. So this is equal to negative of x plus 2y whole square. ഇതെങ്ങനെ നമുക്ക് ഇത്തരത്തിൽ എഴുതാൻ പറ്റുന്നത്? എക്സിൻ്റെ സ്ക്വയറിൻ്റെ റൂട്ട് ഇവിടെ എഴുതി, 4y സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് 2y ഇവിടെയും എഴുതി, ഹോൾ സ്ക്വയർ. ഓക്കെ, minus 4y square plus 5y square is plus y square. So you may note that this is sum of squares of two functions. So these two functions are always positive, taking the square, and sum is also positive. So there is a negative sign inside the outside the bracket. So this expression is always less than 0 if xy not equal to 0, 0. So this function is negative definite. So likewise we can determine whether a given function in x and y is positive definite, negative definite, or neither. Now let us check how can we use Lyapunov function to determine whether a critical point is stable, asymptotically stable, etc. So let us have some examples. Consider the equation of motion of a mass m attached to a spring. Equation ഇവിടെ തന്നിട്ടുണ്ട്, m into d square x by dt square plus c dx by dt plus kx equal to 0.
C is greater than or equal to 0 is a constant representing the viscosity of the medium through which the mass moves. M is the mass, and K greater than 0 is a spring constant. Spring constant means the extent to which the spring is extended or it is compressed. The autonomous system corresponding to this equation is, here you put dx by dt equal to y. ഇത്തരം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിനെ നമ്മൾ ഇതുപോലെ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയിട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. dx by dt നമ്മൾ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് m into dx by dt is y and its derivative means it is dy by dt plus c into y plus kx equal to 0. So what will be dy by dt? M into dy by dt becomes minus kx minus cy, and dy by dt becomes minus k by m x minus c by m y. So തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ഇതുപോലെയുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഓട്ടോണോമസ് സിസ്റ്റം ആയിട്ട് മാറ്റി എഴുതി. So here you may note that the only critical point is 0 0. കാരണം critical point എന്ന് പറയുന്നത് it is given by dx by dt equal to 0 and dy by dt equal to 0. dx by dt equal to 0 ആവാന്ന് പറഞ്ഞാൽ y എന്തായാലും 0 ആവണം. ഈ എക്സ്പ്രഷനിൽ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തു, y 0 കൊടുത്തു കഴിഞ്ഞാൽ we will get x equal to 0. So the only critical point for the system is 0 0. And the kinetic energy of the mass is half my square. പൊട്ടൻഷ്യൽ എനർജി ലഭിക്കണമെങ്കിൽ നമ്മൾ ഇൻറ്റഗ്രൽ 0 to x kx dx ആണ് ചെയ്യുന്നത്. k is the spring constant. x എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സ്ട്രിങ് നമ്മൾ ഒറിജിനൽ പൊസിഷനിൽ നിന്നും എത്രത്തോളം അതിനെ ഇലോങ്ങേറ്റ് ചെയ്തു അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തു. ഫൈനൽ പൊസിഷനിലുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്താണോ മൈനസ് ഇനീഷ്യൽ പൊസിഷനിലുള്ള അതിൻ്റെ ലെങ്ത്, അതാണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So to find the kinetic energy, you have to find integral 0 to x kx dx, where k is the spring constant. So this is equal to half kx square. So spring in the kinetic energy half my square, and the potential energy varunathu half kx square aanu. So what will be the total energy of the system? Total energy is given by E of xy is equal to half my square plus half kx square. ഈ കാണുന്ന എക്സ്പ്രഷൻ ടോട്ടൽ എനർജി ശരിക്കും നമുക്ക് ഫിസിക്കൽ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് ലഭിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ടോട്ടൽ എനർജി ഫംഗ്ഷൻ ആക്ട് ആസ് എ ലിയാപുനോവ് ഫംഗ്ഷൻ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ടോട്ടൽ എനർജി സൂചിപ്പിക്കുന്ന ഫംഗ്ഷൻ ലിയാപുനോവ് ഫംഗ്ഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് 0 0 ഈസ് എ സ്റ്റേബിൾ ക്രിട്ടിക്കൽ പോയിന്റ്. ഒരു ലിയാപുനോവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. സോ ഈ കാണുന്ന എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് my സ്ക്വയർ പ്ലസ് ഹാഫ് kx സ്ക്വയർ ആണ്. എക്സിനും വൈക്കും 0 0 അല്ലാത്ത വേറെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എല്ലായ്പ്പോഴും ഈ എക്സ്പ്രഷൻ ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ ലഭിക്കുള്ളൂ. സോ ദിസ് എക്സ്പ്രഷൻ E of xy is always positive definite. Now you have to show that dou E by dou x into f plus dou E by dou y into g is negative semi-definite. Okay, so you find dou E by dou x into f. Dou E by dou x is 0 plus half k into 2x. So we have kx. Okay, and what is f here? നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ dx by dt ആണ് f എന്ന് പറയുന്നത്, dy by dt ആണ് g എന്ന് പറയുന്നത്. So f is here y. So you substitute here, we have kx into y plus dou E by dou y is half into 2my. So we have half into 2 cancels my, so we have my into, this is expression capital G, that is dy by dt, this is G. Solving, if we have kxy plus my into minus k by mx, m and m cancel, so these are kxy minus kxy, this cancels, what remains is minus cy square, m and m cancels. So what we'll get is minus cy square. From the starting itself, it is given that the constant c is greater than or equal to 0. So the whole expression is here less than or equal to 0. y square എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്, സിയും പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ് cy square എടുത്താൽ എല്ലായ്പ്പോഴും അത് less than or equal to 0 ആയിരിക്കും. So this is a Lyapunov function E of xy equal to half my square plus half kx square corresponding to the given autonomous system. E of xy പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. dou E by dou x f plus dou E by dou y g ചെയ്തപ്പോൾ അത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അതുകൊണ്ട് സെമി ഡെഫിനിറ്റ് ആണ്. Therefore the critical point 0 0 is stable. Now another example, consider the system dx by dt equal to minus 2xy dy by dt equal to x square minus y cube. Here again 0 0 is an isolated critical point.
Let us try to prove the stability by constructing a Lyapunov function of the form e of xy equal to a x raised to 2m plus b y raised to 2n. ഈ കാണുന്ന ഓട്ടോണോമസ് സിസ്റ്റത്തിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റായ 0 സ്റ്റേബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫോം എ ലിയോപുനോവ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു ദിസ് സിസ്റ്റം. സോ ലിയോപുനോവ് ഫംഗ്ഷൻ ഈ ഒരു ഫോമിലാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. സോ ലെറ്റ് us ടേക്ക് ദ ലിയോപുനോവ് ഫംഗ്ഷൻ ഓഫ് ദ ഫോം e of xy ഈക്വൽ ടു a into x raised to 2m plus b into y raised to 2n. ഈ കാണുന്ന എക്സ്പ്രഷൻ പോസിറ്റീവ് ഡെഫിനിറ്റ് ആവുന്ന രീതിയിലാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർമ്മയുണ്ടാവുക. അത് കൂടാതെ ഡോയി ബൈ ഡോ എക്സ് എഫ് പ്ലസ് ഡോയി ബൈ ഡോ വൈ ജി എന്നത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റും ആയിരിക്കണം. സോ ഫസ്റ്റ് വി ഫൈൻഡ് ഡോയി ബൈ ഡോ എക്സ് ഇൻറ്റു എഫ് പ്ലസ് ഡോയി ബൈ ഡോ വൈ ഇൻറ്റു ജി. ഡോയി ബൈ ഡോ എക്സ് ഇസ് ഹിയർ എ ഇൻറ്റു 2m x raised to 2m minus 1. So we have 2am x raised to 2n minus 1 into f is here minus 2xy, okay, plus dou e by dou y is b into 2n into y raised to 2n minus 1, okay, into g is x square minus y cube. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ്സ് ഒക്കെ റിമൂവ് എഴുതിയിരിക്കുകയാണ്. സോ ഇത്തരത്തിലൊരു എക്സ്പ്രഷനാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇ ഓഫ് എക്സ് വൈ പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കുകയും ഡോയി ബൈ ഡോ എക്സ് എഫ് പ്ലസ് ഡോയി ബൈ ഡോ വൈ ജി നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആയിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ എ ബി എം എൻ ഇതെല്ലാം തന്നെ എന്തെല്ലാം വരണം എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ എക്സ്പ്രഷൻ ഇത് വാനിഷ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എയും ബിയും കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ എയും ബിയും എമ്മും എന്നും എല്ലാം തന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. സോ ഇത് വാനിഷ് ചെയ്ത് പോകണമെങ്കിൽ ഇതൊരു നെഗറ്റീവ് എക്സ്പ്രഷനാണ്, ഇത് പോസിറ്റീവാണ്. ഇത് വാനിഷ് ചെയ്ത് പോകണമെങ്കിൽ എക്സ് റേസ് ടു 2m ആണ് ഇവിടെയുള്ളത്, ഇവിടെ എക്സ് സ്ക്വയർ ആണുള്ളത്. ഈ രണ്ട് എക്സ്പ്രഷൻസ് എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തതെന്നുള്ള ആദ്യം നോക്കാം. ഇതിൽ രണ്ടിലും എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അവസാനത്തെ എക്സ്പ്രഷനിൽ വൈ മാത്രമേ ഉള്ളൂ. സോ ഒരു വേരിയബിൾ മാത്രമുള്ള എക്സ്പ്രഷനെ നമ്മൾ മാറ്റി നിർത്തി മറ്റ് രണ്ട് എക്സ്പ്രഷൻസിനെ നമ്മൾ 0 ആയിട്ട് നള്ളിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ഇവിടെ എക്സ് റേസ് ടു 2m ആണ്, ഇവിടെ എക്സ് സ്ക്വയർ ആണ്. സോ എക്സിൻ്റെ ഡിഗ്രി സെയിം ആക്കി മാറ്റണമെങ്കിൽ എമ്മിന് നമ്മൾ 1 കൊടുക്കേണ്ടി വരും. സോ യു ചൂസ് m ഈക്വൽ ടു 1. അതുപോലെ y നോക്കുകയാണെങ്കിൽ ഇവിടെ വൈയുടെ ഡിഗ്രി 1 ആണ്, ഇവിടെ 2n മൈനസ് 1 ആണ്. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഹിയർ ഓൾസോ y റേസ് ടു 1 ആയിട്ട് മാറും. സോ എന്നിന് നമ്മൾ 1 കൊടുക്കണമെന്നർത്ഥം. സോ ഇപ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ നിൽക്കുന്നത് -4 എമ്മിന് നമ്മൾ 1 കൊടുത്തു. സോ -4a xy എന്നായിട്ട് മാറി, പ്ലസ് 2 ഇൻറ്റു എന്നിന് നമ്മൾ 1 കൊടുത്തു. സോ 2b ഹിയർ ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ, ഇസ്ന്റ് ഇറ്റ്, 2b എക്സ് സ്ക്വയർ വൈ. എമ്മിനും എന്നിനും 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇത് രണ്ടും നള്ളിഫൈ ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമ്മൾ എയും ബിയും ചൂസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ എക്ക് 1ഉം ബിക്ക് 2ഉം കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന എക്സ്പ്രഷൻ മൈനസും പ്ലസ്സും ആയതുകൊണ്ട് ഇത് 0 ആയിട്ട് മാറും. നമുക്ക് ഇഷ്ടമുള്ള പോലെ വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഒരു ഫംഗ്ഷനെങ്കിലും കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എക്ക് 1 കൊടുത്തു, ബിക്ക് 2 കൊടുത്തു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ടു ദ എക്സ്പ്രഷൻ ഡോയി ബൈ ഡോ എക്സ് എഫ് പ്ലസ് ഡോയി ബൈ ഡോ വൈ ജി? ഇത് രണ്ടും എക്സ്പ്രഷൻ 0 ആയിട്ട് മാറി. ബാക്കി നമുക്ക് ഉണ്ടാവുക -2 ഇൻറ്റു n 1 ആണ്, ബിക്ക് നമ്മൾ 2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. y റേസ് ടു n 1 ആയിരുന്നു, 2n പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ 4 ലഭിക്കും. സോ ഹിയർ ഇറ്റ് ഈസ് -4 y റേസ് ടു 4. ആൻഡ് വാട്ട് വിൽ ബി ഇ ഓഫ് എക്സ് വൈ? ഇ ഓഫ് എക്സ് വൈ എന്നത് എക്ക് നമ്മൾ 1 കൊടുത്തു. സോ എക്സ് റേസ് ടു 2 ഇൻറ്റു എം, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, പ്ലസ് ബിക്ക് 2 ആയിരുന്നു, 2 ഇൻറ്റു വൈ റേസ് ടു 2n, n 1 ആയിരുന്നു. സോ നമ്മൾ ലഭിച്ചിരിക്കുന്ന നമ്മൾ ഇത്തരത്തിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് വൈ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ ആണ്. ഡോയി ബൈ ഡോ എക്സ് എഫ് പ്ലസ് ഡോയി ബൈ ഡോ വൈ ജി ആയിട്ട് ലഭിക്കുന്നത് -4y റേസ് ടു 4 ആണ്. So here you may note that e of xy is always positive definite, and the expression dou by dou xf plus dou by dou y g is always negative semi-definite. So the critical point 0, 0 of the given system is stable. Show that 0, 0 is an asymptotically stable critical point for each of the following systems. First problem is dx by dt equal to -3x cube minus y dy by dt equal to x raised to 5 minus 2y cube. So we consider the function e of xy of the form a into x raised to 2m plus b into y raised to 2n. You have to choose a, b, m and n so that e of xy becomes a Lyapunov function for the given system.
So first we find dou E by dou x into f plus dou E by dou y into g. So this is equal to 2am x raised to 2m minus 1 into f is minus 3x cube minus y plus dou E by dou y is 2b y raised to 2n minus 1 into g is x raised to 5 minus 2y cube. So this is equal to minus 6am x raised to 2m plus 2, this expression into this one, minus 2am x raised to 2m minus 1y plus 2b y raised to 2n minus 1 into x raised to 5 minus 4b y raised to 2n plus 2. So ഇവിടെയുള്ള എക്സ്പ്രഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എക്സ്പ്രഷനിൽ എക്സ് മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ, ലാസ്റ്റ് എക്സ്പ്രഷനിലും വൈ മാത്രമേ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ആ രണ്ട് എക്സ്പ്രഷനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നു. minus 6am x raised to 2m plus 2 minus 4b y raised to 2n plus 2. ഓക്കെ, ബാക്കിയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് ഒന്നിച്ചെഴുതാം. ദിസ് ഈസ് മൈനസ് ഓഫ് 2am x raised to 2m minus 1y minus 2b x raised to 5 y raised to 2n minus 1. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ നമുക്ക് 0 ആക്കി മാറ്റേണ്ടതുണ്ട്. ഇവിടെ എക്സും വൈയും ഇൻവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എക്സിൻ്റെ ഡിഗ്രി 2m minus 1 ആണ്, ഇവിടെ 5 ആണ്. സോ യു ഇക്വേറ്റ് 2m minus 1 to 5. So we have 2m is equal to 6 and m equal to 3. So you have to choose m equal to 3. Likewise, here the degree of y is 1, here it is 2n minus 1, so you have to choose n equal to 1. Okay, so choose n equal to 1. So what happens to the functions now? So now we have 2a, m നമ്മൾ 3 choose ചെയ്തു. So here we have 6a x raised to 2m minus 1. 2 into 3 6 minus 1, that is 5. Okay, minus 2b into x raised to 5 y raised to, here it is, there is a y. Okay, y raised to 2n minus 1, that is 1. So now you have to choose a and b so that this expression becomes 0. Okay, എങ്ങനെ ചൂസ് ചെയ്താൽ മതിയാവും? എക്ക് 1ഉം ബിക്ക് 3ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this expression becomes 0. Okay, so you choose a equal to 1 and b equal to 3. ഇത്തരത്തിൽ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ്പ്രഷൻ 0 ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എയും ബിയും എമ്മും എന്നും ചൂസ് ചെയ്യാം. Okay, now the Lyapunov function, now the function e of xy becomes, now e of xy equal to a is 1 x raised to 2m, that is x raised to 6 plus 3y square. It is always greater than 0. Therefore if xy not equal to 0 0, so e of xy is positive definite. Now what about dou e by dou x into f plus dou e by dou y into g? You substitute n equal to 1, m equal to 3, a equal to 1 and b equal to 3 in this expression. Actually this expression becomes 0. Need to substitute for these two functions only. So what remains is dou e by dou x f plus dou e by dou y g is negative 18 x raised to 8 minus 12 y raised to 4. So if xy not equal to 0 0, this expression is always negative. So this is strictly less than 0 if xy not equal to 0 0. So here e of xy is positive definite and dou e by dou x f plus dou e by dou y g is negative definite. Therefore we can conclude that 0 0 is an asymptotically stable critical point. Now you may solve the second problem likewise. Construct a Lyapunov function e of xy so that 0 0 is an asymptotically stable critical point for the second problem. You may check whether you arrive at the Lyapunov function e of xy equal to x square plus y square. Theorem says the function e of xy equal to ax square plus bxy plus cy square is positive definite if and only if a greater than 0 and b square minus 4ac less than 0, and is negative definite if and only if a less than 0 and b square minus 4ac less than 0. ശ്രദ്ധിക്കേണ്ടത് എ ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0 ഇവിടെ മാത്രമേ ചേഞ്ച് വന്നിട്ടുള്ളൂ. ബി സ്ക്വയർ മൈനസ് 4ac രണ്ട് കേസിലും ലെസ് ദാൻ 0 ആണ്. Now let us go to the proof. If y equal to 0 what happens and if y not equal to 0 what happens? രണ്ട് കേസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. If y equal to 0 what happens to e of xy? It becomes e of x0 which is equal to ax square. ഈ രണ്ട് എക്സ്പ്രഷൻസ് ഇവിടെ 0 ആയിട്ട് മാറി. e of x0 എന്നത് ax square എന്ന് ലഭിച്ചു.
So if a greater than 0, x square is always greater than 0. So if x not equal to 0, we have e of x0 greater than 0 if and only if a greater than 0. ഈ ഒരു കേസിൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac കേസ് പോലും നമ്മൾ പരിഗണിക്കേണ്ടി വന്നിട്ടില്ല. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇ ഓഫ് x0 എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും ഫോർ x നോട്ട് ഇക്വൽ ടു 0. സോ ഇൻ ദാറ്റ് കേസ് ഇ ഓഫ് xy is പോസിറ്റീവ് ഡെഫിനിറ്റ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇഫ് y നോട്ട് ഇക്വൽ ടു 0? ഇഫ് y നോട്ട് ഇക്വൽ ടു 0, യു ക്യാൻ ടേക്ക് y square outside the bracket of this function. So we may write e of xy equal to y square into, you divide each of the terms by y square. So a into x square by y square, that is x by y whole square, plus b into 1y cancels and what remains is x by y, plus c into y square by y square is c. Now when a greater than 0, the bracketed expression, that bracketed polynomial in x by y, is positive for all x by y if and only if b square minus 4ac is less than 0. So to explain the fact, you consider the function y equal to ax square plus bx plus c. ഈ കാണുന്ന കർവ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ a greater than 0 ആവുന്ന സമയത്ത് that will be a parabola concave upwards. നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ എക്സ് ആക്സിസിന് മുകളിലായിട്ട് കർവ് വരയ്ക്കാം, എക്സ് ആക്സിസിനെ ടച്ച് ചെയ്ത് പോകുന്നത് പോലെ വരയ്ക്കാം, ഇനി എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന രീതിയിൽ വരയ്ക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് സിറ്റുവേഷനിലാണ് എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവുന്നത് എന്നാണ്. പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ടച്ച് ചെയ്ത് കടന്നു പോകാൻ പറ്റില്ല, കാരണം ടച്ച് ചെയ്യുന്ന സമയത്ത് y 0 ആണ്, ഈക്വൽ ടു 0 ആണ്. എക്സ് ആക്സിസിനെ കട്ട് ചെയ്തുകൊണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഇത്രയും പോർഷനിലെല്ലാം തന്നെ y നെഗറ്റീവ് ആണ് വരുന്നത്, അതുപോലെ ഈ രണ്ട് പോയിന്റ്സിൽ y ഈക്വൽ ടു 0യും വരുന്നുണ്ട്. സോ യു ഹാവ് ടു കൺസിഡർ എ കർവ് ലൈക്ക് ദിസ്, അതായത് പരാബോള എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കട്ട് ചെയ്ത് കടന്നു പോകാത്ത രീതിയിലുള്ള ഈ പരാബോളയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് അർത്ഥം. ഈ ഒരു കേസിൻ്റെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ പറയുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ അതിന് റിയൽ റൂട്ട്സ് ഇല്ല എന്നാണ്. റിയൽ റൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ കർവ് എക്സ് ആക്സിനെ കട്ട് ചെയ്ത് കടന്നു പോകണം. ആ പോയിന്റ്സിനെയാണ് നമ്മൾ റിയൽ റൂട്ട്സ് ആയിട്ട് പറയാറുള്ളത്. സോ റിയൽ റൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ കർവ് നിൽക്കുന്നത് എബോവ് ദ എക്സ് ആക്സിസ് ആയിട്ടാണ്. ആ കേസിൽ എല്ലാ വൈയും എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഈ ഇക്വേഷന് റിയൽ റൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ഓൾ ദ 2 റൂട്ട്സ് ആർ കോംപ്ലക്സ് റൂട്ട്സ്. കോംപ്ലക്സ് റൂട്ട്സ് വരാനുള്ള കണ്ടീഷൻ ഡിസ്ക്രിമിനൻ്റ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആയിരിക്കണം, അതായത് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കണം. സോ എ ഗ്രേറ്റർ ദാൻ 0 ആവുകയും ബി സ്ക്വയർ മൈനസ് 4ac സ്ട്രിക്ട്ലി ലെസ് ദാൻ 0 ആവുകയും കേസിൽ y വാല്യൂ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി എ ലെസ് ദാൻ 0 ആവുന്ന കേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ലെസ് ദാൻ 0 ആയിരിക്കുന്ന കേസിൽ നമ്മളുടെ പരാബോള കോൺകേവ് ഡൗൺവേർഡ് ആയിട്ടായിരിക്കും നൽകുന്നത്. ഇതും എക്സ് ആക്സിസിനെ കട്ട് ചെയ്തുകൊണ്ട് കടന്നു പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ ആ കർവ് നിൽക്കുന്നതെങ്കിൽ ഈ പോർഷൻസിലെല്ലാം തന്നെ y പോസിറ്റീവാണ്, ഈ ഒരു പോർഷനിൽ y നെഗറ്റീവാണ്. ഈ രണ്ട് പോർഷൻസിനും y ഈക്വൽ ടു 0യുമാണ്. നമുക്ക് വേണ്ടത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവുന്നത് എപ്പോഴാണ് എന്നാണ്. എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവണമെങ്കിൽ കർവ് ഈ രീതിയിൽ നിൽക്കണം, എക്സ് ആക്സിസിൻ്റെ താഴെയായിട്ട് നിൽക്കണം. അതായത് ഈ കാണുന്ന കർവിന് അല്ലെങ്കിൽ കർവിൻ്റെ ഇക്വേഷന് റിയൽ റൂട്ട്സ് ഉണ്ടാവാൻ പാടില്ല. റിയൽ റൂട്ട്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെന്നാണ്. സോ എ ലെസ് ദാൻ 0 ആവുകയും ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആവുകയും ചെയ്യുന്ന കേസിൽ y ഈസ് ഓൾവേസ് നെഗറ്റീവ്. ആ കാര്യമാണ് നമുക്കിവിടെ തിയറത്തിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ എക്സ്പ്രഷൻ യു മേ കൺസിഡർ ദിസ് ആസ് എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇൻ എക്സ് ബൈ വൈ, പോളിനോമിയൽ ഇൻ എക്സ് ബൈ വൈ. നമ്മൾ മുമ്പ് എക്സ് എന്ന് കൺസിഡർ ചെയ്ത സ്ഥലത്ത് ഇവിടെ എക്സ് ബൈ വൈ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ബ്രാക്കറ്റിന് ഉള്ളിലുള്ള ഈ കാണുന്ന എക്സ്പ്രഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവണമെങ്കിൽ എ പോസിറ്റീവ് ആയിരിക്കുകയും ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കുകയും വേണം. ഇത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവണമെങ്കിൽ എ ലെസ് ദാൻ 0 ആയിരിക്കുകയും ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആയിരിക്കുകയും വേണം. സോ ദാറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദിസ് തിയറം. പോസിറ്റീവ് ഡെഫിനിറ്റിൻ്റെ കേസാണ് നമ്മളിവിടെ ചെയ്ത് കാണിച്ചത്. ആൻഡ് യു മേ പ്രൊസീഡ് in the similar way to prove that e of xy is negative definite if and only if a less than 0 and b square minus 4ac less than 0. In that case, you will start with negative e of xy and use the fact that e of xy is negative definite if and only if negative e of xy is positive definite. So ഇതേ പ്രൂഫ് തന്നെ നമുക്ക് പറഞ്ഞിട്ട് e of xyക്ക് പകരം നെഗറ്റീവ് e of xy വെച്ചിട്ട് ഇതേ പ്രൂഫ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ you will get the second part of the theorem. So with this theorem, we are winding up of this section. In the next class, we will
move towards the next section.